മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ കണ്ടിന്യൂഷനാണ്. നേരത്തെ നമ്മളെല്ലാം 2a ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. സൈൻ 2a, കോസ് 2a, ടാൻ 2a. ഇവിടെ സൈൻ 3a ട്രിഗണോമെട്രിക് ഫങ്ഷൻ സൈൻ 3aയും കോസ് 3aയും ടാൻ 3a നമ്മൾ പഠിക്കുന്നില്ല. സൈൻ 3a വാല്യൂ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക. സൈൻ 3a എന്ന് പറയുന്നത് 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ, അത് മെമ്മറൈസ് ചെയ്യാനേ പറ്റും. അടുത്ത കോസ് 3a ഈസ് ഈക്വൽ ടു 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ. വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല, നിങ്ങൾ കാണാതെ പഠിക്കുമോ, പല തവണ എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. അപ്പോൾ കോസ് 3യുടെയും സൈൻ 3യുടെയും വാല്യൂ നിങ്ങൾക്ക് അറിയണം. ഇനി അടുത്ത പ്രോബ്ലമാണ് കോസ് 3a പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ 3a മൈനസ് സൈൻ എ, ഓർ കോസ് 3a പ്ലസ് കോസ് എ അപ്പോൺ സൈൻ 3a മൈനസ് സൈൻ എ ഇസ് ഈക്വൽ ടു കോട്ട് എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോസ് 3a കിടപ്പുണ്ട് ന്യൂമറേറ്ററിൽ. കോസ് 3യുടെ വാല്യൂ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ. ഡിവൈഡഡ് ബൈ സൈൻ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ 3യുടെ വാല്യൂ 3 സൈൻ എ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ പ്ലസ് കോസ് എ എന്നും കൂടെ ഉണ്ട്, പ്ലസ് കോസ് എ. അടുത്തത് സൈൻ 3a. സൈൻ 3a ഈസ് 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ മൈനസ് സൈൻ എ. ഓക്കെ, അപ്പോൾ കോസ് 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സൈൻ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ മൈനസ് 3 കോസയും പ്ലസ് കോസയും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 3യും പ്ലസ് 1ഉമാണ്, അപ്പോൾ മൈനസ് 2. അപ്പോൾ 4 കോസ് ക്യൂബ് എ മൈനസ് 2 കോസ് എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 3 സൈൻ എ, ഇത് മൈനസ് സൈൻ എ, 3 സൈൻ എ മൈനസ് സൈൻ എ, അപ്പോൾ 3യിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ 2 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ കോസ് എ രണ്ട് സ്ഥലത്തും ഉണ്ട്, ഈ രണ്ടിലും കോസ് എ ഉണ്ട്, ഈ അതിൽ രണ്ടിലും 2 ഉണ്ട്, അപ്പോൾ 2 കോസ് എ കോമൺ ആയിട്ട് വരും. ന്യൂമറേറ്ററിൽ 2 കോസ് എ കോമൺ, 2 കോസ് എ ഇൻറ്റു ഇവിടുന്ന് 2 പുറത്ത് പോയാൽ പിന്നെ ഒരു 2, ഒരു കോസ് എ പുറത്ത് പോയാൽ പിന്നെ കോസ് സ്ക്വയർഡ് എ മൈനസ് 2 കോസ് എ പുറത്ത് പോയാൽ 1, അപ്പോൾ 2 കോസ് സ്ക്വയർഡ് എ മൈനസ് 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 2 സൈൻ എ, ഇവിടെയും ഇവിടെ 2 കോമൺ ഉണ്ട്, ഇവിടെ സൈൻ എ ഇവിടെ സൈൻ എ, അപ്പോൾ 2 സൈൻ എ കോമൺ ഉണ്ട് ഡിനോമിനേറ്ററിൽ, അപ്പോൾ 2 സൈൻ എ ഇൻറ്റു ഇവിടുത്തെ 2 സൈൻ എ പുറത്ത് പോയാൽ പിന്നെ 1, ഇത് മൈനസ് ആണ്, 1 മൈനസ് ഇവിടുന്ന് 2 പോയാൽ പിന്നെ ഒരു 2, സൈൻ ക്യൂബ് എയിൽ നിന്നും സൈൻ എ പുറത്ത് പോയാൽ സൈൻ സ്ക്വയർഡ് എ, അപ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർഡ് എ എന്ന് വരും. ഈ 2 × 2 വെട്ടിപ്പോവും, കോസ് എ ബൈ സൈൻ എ കോട്ടെ എന്ന് വരും, ഇൻറ്റു 2 കോസ് സ്ക്വയർഡ് എ മൈനസ് 1 ഒരു ഫോർമുലയുണ്ട്, കോസ് 2a, അത് ഐഡൻറ്റിറ്റിയാണ് കോസ് 2a, അല്ലെങ്കിൽ കോസ് 2a വാല്യൂ ആണ് 2 കോസ് സ്ക്വയർഡ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 സൈൻ സ്ക്വയർഡ് വാല്യൂ, 1 മൈനസ് 2 സൈൻ സ്ക്വയർഡ് എയുടെ വാല്യൂ കോസ് 2a ആണ്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ബൈ കോസ് 2a. കോസ് 2a വെട്ടിപ്പോകും, ആൻസർ കോട്ടെ. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്, നിങ്ങളത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സൈൻ 3x ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3x ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇത് പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സൈൻ 3xൻ്റെയും കോസ് 3xൻ്റെയും ഫോമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു സൈൻ 3xനെ നമുക്ക് 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3xനെ നമുക്ക്
4 cos cube x minus 3 cos x divided by cos x എന്ന് എഴുതാം. അതായത് സൈൻ 3x-ൻ്റെയും കോസ് 3x-ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ന്യൂമറേറ്ററിൽ സൈൻ എക്സ് കോമൺ, ഇവിടെ സൈൻ എക്സ് ഉണ്ട്, ഇവിടെ സൈൻ ക്യൂബ് എക്സ് ഉണ്ട്, അപ്പോൾ സൈൻ എക്സ് കോമൺ ആണ്. ആ സൈൻ എക്സ് പുറത്തെടുക്കുക. അപ്പോൾ സൈൻ എക്സ് ഇവിടെ നിന്ന് പുറത്തെടുത്താൽ പിന്നെ ഇവിടെ 3 ആണുള്ളത്. അപ്പോൾ 3 ഇത് മൈനസ് ആണ്. 4 ഉണ്ട്. സൈൻ ക്യൂബ് എക്സിൽ നിന്നും ഒരു സൈൻ എക്സ് പോയാൽ സൈൻ സ്ക്വയർഡ് എക്സ് ബാക്കി. അപ്പോൾ 4 സൈൻ സ്ക്വയർഡ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ്. സൈൻ എക്സും സൈൻ എക്സും ക്യാൻസൽ ആകും. മൈനസ് ഇവിടെ കോസ് എക്സ് കോമൺ, ഇവിടെ കോസ് ക്യൂബ് എക്സിനകത്തും കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും കോസ് എക്സ് കോമൺ. അപ്പോൾ കോസ് എക്സ് പുറത്തെടുത്തു. ഇവിടെ നിന്ന് കോസ് എക്സ് പുറത്തു പോയാൽ പിന്നെ കോസ് സ്ക്വയർഡ് എക്സ് ആണ്. 4 ഉണ്ട്. അപ്പോൾ 4 കോസ് സ്ക്വയർഡ് എക്സ് എന്ന് വരും. മൈനസ് കോസ് എക്സ് പുറത്തു പോയാൽ പിന്നെ 3 ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഇവിടുത്തെ കോസ് എക്സും ഈ കോസ് എക്സും വെട്ടിപ്പോകും. അടുത്തത് ഇവിടെ സൈൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോയാൽ 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എക്സ്. 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എക്സ് മൈനസ് 4 കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് 3 എന്ന് വരും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റണം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എക്സ്, ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇത് മൈനസ് 4 കോസ് സ്ക്വയർഡ് എക്സ് എന്ന് വരും. ഈ മൈനസ് മൈനസും പ്ലസ് 3 എന്ന് വരും. ഇവിടെ 3, ഇത് 3 പ്ലസ് 3 6 മൈനസ് ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4 കോമൺ എടുക്കണം. അപ്പോൾ മൈനസ് 4 കോമൺ എടുത്തു. ഇവിടെ നിന്ന് മൈനസ് 4 പോയാൽ പിന്നെ സൈൻ സ്ക്വയർഡ് എക്സ്. ഇവിടുത്തെ മൈനസ് 4 പോയാൽ പ്ലസ് വരും, പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു 6 മൈനസ് 4 ഇൻറ്റു സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് 1, 6 മൈനസ് 4 എന്ന് വരും, 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതൊക്കെ ഈ പ്രോബ്ലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നേരത്തെ ചെയ്തപ്പോൾ പ്ലസിന് പകരം അവിടെ മൈനസ് ആയിരുന്നു. ആ പ്രോബ്ലത്തിൽ സൈൻ 3a ബൈ സൈൻ എ മൈനസ് കോസ് 3a ബൈ കോസ് എ എന്നായിരുന്നു പ്രോബ്ലം. ഇവിടെ ഇത് പ്ലസ് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റം ആൻസറിലും ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സൈൻ 3a, സൈൻ 3യുടെ ഫോർമുല എഴുതാം. 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ ഡിവൈഡഡ് ബൈ സൈൻ എ. സൈൻ 3a പകരം 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എന്ന് എഴുതണം ബൈ സൈൻ എ പ്ലസ് കോസ് 3a 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ ഡിവൈഡഡ് ബൈ കോസ് എ. കോസ് 3a പകരം 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ ബൈ കോസ് എ. ഇവിടെ സൈൻ എ കോമൺ ആണ്. സൈൻ എ പുറത്തെടുക്കണം. സൈൻ എ പുറത്തെടുക്കുമ്പോൾ ഇത് 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എ ബൈ സൈൻ എ. ഇവിടുന്ന് സൈൻ എ പുറത്തെടുത്തു കഴിഞ്ഞാൽ 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എ ബൈ സൈൻ എ എന്ന് വരും. പ്ലസ് ഇവിടുന്ന് കോസ് എ പുറത്തെടുത്താൽ കോസ് എ ഇൻറ്റു 4 കോസ് സ്ക്വയർഡ് എ മൈനസ് 3 എന്ന് വരും ബൈ കോസ് എ. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ എ പുറത്തെടുത്തു, ഇവിടെ നിന്ന് കോസ് എ പുറത്തെടുത്തു. ഈ സൈൻ എയും ക്യാൻസൽ ആയി പോകും. ഈ കോസ് എയും ക്യാൻസൽ ആകും.
ബാലൻസ് വരുന്നത് 3 മൈനസ് 4 സൈൻ സ്ക്വയർഡ് എ പ്ലസ് 4 കോസ് സ്ക്വയർഡ് എ മൈനസ് 3 ഇത്രയും വരും. ഇതിൽ ഈ പ്ലസ് 3യും മൈനസ് 3യും ക്യാൻസൽ ആയി പോകും. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, 4 കോമൺ. 4 ഇൻറ്റു ഇത് കോസ് സ്ക്വയർഡ് എ, ഇത് മൈനസ് ആണ്, അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇസ് ഈക്വൽ ടു 4 കോസ് 2a. കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ എന്ന് പറഞ്ഞാൽ കോസ് 2a ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 4 കോസ് 2a എന്ന് വരും. ഇത് ചെറിയ രണ്ട് പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റ് 3 സൈൻ 15 മൈനസ് 4 സൈൻ ക്യൂബ് 15. ഇതെന്ന് പറയുന്നത് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്നെഴുതാം. തീറ്റ 15 ഡിഗ്രി. അപ്പോൾ ഇത് സൈൻ 3 തീറ്റയാണ്. തീറ്റ 15 ആണ്. അപ്പോൾ സൈൻ 3 ഇൻറ്റു 15 45. സൈൻ 45 ഈസ് 1/√2. അടുത്തത് ഇത് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ 15 ഡിഗ്രി. ഇത് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് 3 തീറ്റ ഈസ് കോസ് 3 തീറ്റ is equal to cos 3 into 15 degree. 3 into 15 is 45 degree. Cos 45 degree 1/√2. ഇതൊക്കെ ചെറിയ പ്രോബ്ലമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിക്കാം. ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സൈൻ തീറ്റയുടെ വാല്യൂ സ്മോൾ എ ആണെങ്കിൽ സൈൻ 3 തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അതിന് സൈൻ 3 തീറ്റയുടെ ഫോർമുല നമുക്ക് എഴുതാം. സൈൻ 3 തീറ്റ ഈസ് ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇതാണ് സൈൻ 3 തീറ്റ. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇനി തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റയ്ക്ക് പകരം എ കൊടുക്കാം. അപ്പോൾ 3a മൈനസ് 4 സൈൻ തീറ്റയുടെ ക്യൂബ്. സൈൻ തീറ്റ എ ആണ്, അപ്പോൾ എ ക്യൂബ്. അപ്പോൾ 3a മൈനസ് 4a ക്യൂബ് ഇസ് ദി ആൻസർ. ഇത് പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിക്കാം. അടുത്ത പ്രോബ്ലം സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ 3a നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ 3 എന്ന് പറഞ്ഞാൽ 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. അതിൽ സൈൻ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ കോസ് 3a കണ്ടുപിടിക്കണമെങ്കിൽ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ ആണ് ആൻസർ. അപ്പോൾ കോസ് എയുടെ വാല്യൂ നമുക്ക് അറിയണം. അപ്പോൾ ഇതിൽ നിന്നും കോസ് എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം കോസ് 3യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കോസ് എ കണ്ടുപിടിക്കാൻ നോക്കാം ആദ്യം. സൈൻ 3യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 3 എന്ന് പറഞ്ഞാൽ 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ is equal to 3 into 3/5. Sin എയുടെ വാല്യൂ 3/5 മൈനസ് 4 into 3/5 the whole cube. വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ അല്ലെങ്കിൽ ഇട്ടിരുന്നാലും മതി. ഇവിടെ 3/5, ഇവിടെ 3/5 കോമൺ. അപ്പോൾ 3/5 പുറത്തു പോയാൽ പിന്നെ 3 മൈനസ് 4 into 3/5 the whole square എന്ന് പറഞ്ഞാൽ 9/25 is equal to 3/5 into ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 3 into 25 minus 4 into 9/25 is equal to 3/5. The 75 minus 36/25 is equal to 3 into 75ൽ നിന്നും 36 സബ്ട്രാക്ട് ചെയ്യണം. 75 minus 36. 5 നിന്ന് 6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9. ഇവിടെ 6 39. 3 into 39/25
5 into 25, 125 is equal to 39 into 3, 27, 117. 117 by 125. ഓക്കെ, ഇതാണ് ആൻസർ. സൈൻ 3a വാല്യൂ. ഇനി നമുക്ക് കോസ് 3a വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കണം. നമുക്ക് കോസ് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ എ തന്നിട്ടുണ്ട്. ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ആംഗിൾ എ, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3, എയുടെ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5, അഡ്ജസൻറ്റ് സൈഡ് അറിയത്തില്ല എക്സ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയർ, അതായത് എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ is equal to hypotenuse square 5 square. അപ്പം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ is equal to hypotenuse square. അപ്പോൾ x squared plus 9 is equal to 25. X squared is equal to 25 minus 9 is equal to 16. X is equal to 4. ഇവിടെ x 4 എന്ന് വരും. ഇതിൽ നമുക്ക് കോസ് എ കണ്ടുപിടിക്കും. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് 4, ഹൈപ്പോട്ടന്യൂസ് 5, 4 by 5. അത് പോസിറ്റീവാണ്. എ അക്യൂട്ട് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസ് എ പോസിറ്റീവാണ്. അപ്പോൾ കോസ് എയുടെ വാല്യൂ 4 by 5. ഇനി കോസ് 3a കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല എഴുതണം. 4 cos cube a minus 3 cos a is equal to 4 into cos cube a, 4 by 5 the whole cube, minus 3 into 4 by 5. ഇവിടെ നമുക്ക് 4 by 5 പുറത്തെടുക്കാം. ഇത് 4 into 4 by 5 പുറത്തു പോകുമ്പോൾ 4 by 5 the whole squared ആണ് ബാലൻസ് വരുന്നത്. 4 by 5 the whole squared എന്ന് പറഞ്ഞാൽ 16 by 25. So the 16 by 25 minus 3. 4 by 5 പുറത്തു പോയി. 4 by 5 into ഇത് 64 മൈനസ് ഇത് 3 into 20, ഇത് ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ 3 into 25 75 by 25 is equal to 4 by 5 into ഇത് മൈനസ് എന്ത് വരും 64 മൈനസ് 75 മൈനസ് ആണ് വരുന്നത്, മൈനസ് 11 by 25. ഇത് മൈനസ് 44 by 125 എന്ന് വരും ആൻസർ. ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം പഠിപ്പിച്ച പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും വിടാതെ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പം ഇതോടുകൂടി മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു.